സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം, അധ്യായം 35, 4-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഇതാ നിങ്ങളുടെ ദൈവം. പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. അവിടുന്ന് വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്ന് പറയും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ യേശുവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെട്ട്, അഥവാ ക്രിസ്തുവിൻ്റെ ഒന്നാം വരവുമായി ബന്ധപ്പെട്ട് വളരെ സാമ്യമുള്ള ഒരു തിരുവചനമാണ് നാം വായിച്ചു കേൾക്കുവാനിടയായത്. ഇവിടെ പ്രവാചകൻ ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന ജനതയോട് ഭയപ്പെടേണ്ട, ഇതാ നിങ്ങൾ കാത്തിരിക്കുന്ന ആ ദൈവം വരുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കുമെന്നും പറയുന്നു. യേശുവിൻ്റെ വരവിനെ ഏറ്റവും കൂടുതൽ, അഥവാ യേശുവിൻ്റെ ഒന്നാം വരവിനെ ഏറ്റവും കൂടുതൽ ദർശിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാ പ്രവാചകൻ. കന്യക ജനനം സംബന്ധിച്ചും, അതുപോലെ ഇമ്മാനുവേൽ പ്രവചനമായി, നീതിയോടെ വാഴുന്ന രാജാവായി, യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു രക്ഷകനെ അയക്കുമെന്നുള്ള, അതുപോലെ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ് എന്നൊക്കെ തുടങ്ങിയ അനവധി വചനങ്ങൾ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വെളിപ്പാടുകൾ ദർശിച്ച വ്യക്തിയാണ് യെശയ്യാ പ്രവാചകൻ. ഇവിടെ 35-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു രക്ഷകനെ കാത്തിരിക്കുന്ന ജനങ്ങളോട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും, ഇതാ അവൻ വരികയാണ് എന്നാണ് പറയുന്നത്. ഈ ആഗമനകാലത്ത് നാം ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് തിരുവചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് നൽകുന്ന ദൂതും, അഥവാ സന്ദേശവും ഇത് തന്നെയാണ്. ആദ്യം ഈ വചനത്തിൽ പറയുന്നത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ്. ഭയത്തിൽ നിന്നുള്ള വിടുതൽ ഓരോ മനുഷ്യനും അത്യന്താപേക്ഷിതമാണ്. നാം വിവിധ വിഷയങ്ങളിൽ ഭയപ്പെടുന്നു. ആ ഭയം മാറ്റുവാൻ ജയവീരനായി സർവശക്തനായ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് നമ്മുടെ ഇടയിൽ വന്ന് നമ്മോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് വചനം പറയുന്നത്. തുടർന്ന് ഈ വചനത്തിൽ പറയുന്നു, ആ ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കും, ആ ദൈവം വന്ന് നിങ്ങളെ രക്ഷിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. യേശുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത് തന്നെ അവൻ വന്ന് നമ്മെ രക്ഷിക്കാൻ വേണ്ടിയാണ്. രക്ഷ നഷ്ടപ്പെട്ട മനുഷ്യന്, അതേ പ്രിയമുള്ളവരെ, നമുക്ക് രക്ഷ നഷ്ടപ്പെട്ടിരുന്നു. ദൈവം നൽകിയ ദൈവതേജസ് നഷ്ടപ്പെട്ടിരുന്നു. ദൈവം നൽകിയ നീതിമാനെന്ന പദവി, രക്ഷയുടെ ആനന്ദം, ദൈവതേജസ് എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. ആ നഷ്ടപ്പെടലുകൾ ഓരോ മനുഷ്യനും ഒരു കുറ്റബോധമായി, പാപബോധമായി, തീരാ നഷ്ടമായി മാറിയിരുന്നു. എന്നാൽ എന്നും
എല്ലാ കാലവും ഈ കുറ്റബോധത്തിൽ, ഈ നഷ്ടബോധത്തിൽ, ഈ തീരാനഷ്ടത്തിൽ നാം ജീവിക്കേണ്ട കാര്യമില്ല. കാരണം ഇതാ അവൻ വരുന്നു, അഥവാ യേശു വരുന്നു നിങ്ങളെ രക്ഷിക്കുവാൻ. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക അത്രേ നിങ്ങളുടെ കടമയായിരിക്കുന്നത്. യേശു ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് ജനിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വീകരിച്ചാൽ സ്വർഗത്തോട് ചേർന്നു നിന്നു പാടാം. സാക്ഷിയാക്കിയ ദൈവസൂര്യനെ പുണ്യനാളിതിൽ മനുജനു മഹീതിലലിവോട് പകരുവാനായ സ്നേഹമായി വന്ന പൈതലേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ക്രിസ്മസ് രാവിലൊന്നു ചേർന്നു പാടാം. സ്വർഗത്തോട് ചേർന്നു നിന്നു പാടാം. കുളിരു പെയ്യുമാരാവിൽ തളിരിളം കുഞ്ഞു പൈതൽ. താരിളം പൂമേനിയിൽ അമ്മതൻ പൊൻചുംബനം. ഉണ്ണിതൻ പൊൻചുണ്ടിലോ തേനിഴും പാൽ പുഞ്ചിരി. Hallelujah, 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 hallelujah.